ചില മത്സരങ്ങൾ ജയിക്കാൻ ടീമിൽ സൂപ്പർ താരങ്ങൾ ആവശ്യമായേക്കാം. എന്നാൽ ഒരു ടൂർണമെന്റ് ജയിക്കാൻ മികച്ചൊരു ടീമിനെ കൊണ്ടേ സാധിക്കൂ. പറഞ്ഞു വരുന്നത് PSG എന്ന ചാമ്പ്യൻ ക്ലബിനെ കുറിച്ചാണ്. മെസ്സിയും നെയ്മറും എംബാപ്പയും എല്ലാം ക്ലബ്ബ് വിട്ട ശേഷമാണ് ലൂച്ചോ PSG പരിശീലക പദവി ഏറ്റെടുത്തത്. ബോൺ ക്യാൻസർ ബാധിതയായിരുന്ന മകൾ സന 9-ാം വയസ്സിൽ മരിച്ചത് അദ്ദേഹത്തെ മാനസികമായും തളർത്തിയിരുന്നു. അതോടെ 2019 മുതൽ തുടരെ 6 വർഷം സജീവ ഫുട്ബോളിൽ നിന്ന് ലൂച്ചോ വിട്ടുനിന്നു. എന്നാൽ PSG കോച്ചായി ചുമതലയേറ്റ് 3 വർഷങ്ങൾക്കിപ്പുറം ലൂയിസ് എൻറിക് എന്ന സ്പാനിഷ് പരിശീലകൻ ടീമിന് തുടർച്ചയായ 2 ചാമ്പ്യൻസ് ലീഗ് കിരീടങ്ങൾ നേടിക്കൊടുത്ത് വിസ്മയങ്ങൾ തീർക്കുകയാണ്. 40 ഗോൾ അടിക്കുന്ന ഒരു സൂപ്പർ താരത്തേക്കാൾ 12 ഗോളുകൾ വീതമടിക്കുന്ന 4 ചെറുകിട താരങ്ങളെയാണ് ടീമിന് ആവശ്യമെന്നാണ് ലൂച്ചോ എക്കാലവും മുന്നോട്ട് വയ്ക്കുന്ന പ്രിൻസിപ്പൽ. ഫുട്ബോൾ എന്നത് ഒരു കളക്റ്റീവ് ടീം എഫേർട്ടാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഖത്തറിന്റെ മണി പവറിനൊപ്പം ലൂച്ചോയുടെ ബുദ്ധിപൂർമ്മത കൂടി ചേരുന്നതോടെ PSG തുടരെ ചാമ്പ്യൻസ് ലീഗ് ജേതാക്കളായി ലോകത്തെ ഞെട്ടിക്കുകയാണ്. കണ്ണിന് കുളിർമയേകുന്ന ഫുട്ബോളാണ് അവർ കാഴ്ചവെക്കുന്നത്. ഡൈനാമിക്കായ താരങ്ങളുടെ പ്രസരിപ്പിനൊപ്പം അവരുടെ വിങ്ങർമാരുടെ ഡയറക്ട്നെസ്സും മിഡ്ഫീൽഡിലെ റൊട്ടേഷനുകളും കാണികളെ വിസ്മയിപ്പിക്കുന്നുണ്ട്. ടീമിന്റെ കളിയിൽ പോസിറ്റീവായ ഒരു ഫ്ലൂയിഡിറ്റി ദൃശ്യമാണ്. ഫുൾ ബാക്കുകൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, വിങ്ങർമാരും ഫുൾ ബാക്കുകളും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ്, വിങ്ങർമാരും ഫുൾ ബാക്കുകളും തമ്മിലുള്ള 1-to-1 പ്ലേയും ആരെയും അതിശയിപ്പിക്കുന്നതാണ്. ഹക്കീമിയും നൂനോ മെൻഡിസും മാർക്കിനിയും ലൂക്കാസ് ബെറോൾഡോയും അടങ്ങുന്ന ഫുൾ ബാക്കുകളുടെ ഹൈ എനർജിയും പൊസഷൻ വിന്നിംഗ് മൂവുകളും കണക്ക് പിഴയ്ക്കാത്ത അപ്പ് ആൻഡ് ഡൗൺ റണ്ണുകളും ആരെയും ഞെട്ടിക്കുന്നതാണ്. ഡിഫൻസീവ് ക്വാളിറ്റിയും ഗോളടിക്കാനുള്ള മികവും ഒത്തുചേരുന്ന പോർച്ചുഗീസ് ഡിഫൻഡർ നൂനോ മെൻഡിസ് ഹക്കീമിക്കൊപ്പം ചേരുമ്പോൾ അത്യന്തം അപകടകാരിയായി മാറുന്നു. മധ്യനിരയിൽ പോർച്ചുഗീസുകാരായ വിറ്റിനിയും ജോവനവസും സ്പാനിഷുകാരനായ ഫാബിയൻ റൂയിസും കൂടി ചേരുന്നതോടെ ടീം ലോക നിലവാരത്തിലേക്ക് വരും. ഇനി PSG ബോളിന്റെ പൊസിഷൻ നഷ്ടപ്പെട്ടാൽ യാതൊരു ഈഗോയും കൂടാതെ ഫുൾബാക്കുകൾക്ക് കവറിംഗ് നൽകാനായി വിങ്ങർമാരായ ഡെസ്റെഡോയെയും ക്യുച്ച കോറസ്ഗേലിയെയും ബാർക്കോളയും ഡംബലയും എല്ലാം ഇറങ്ങി വരുന്ന കാഴ്ചയും കാണാം. ഗോൾ പോസ്റ്റിന് കീഴിൽ ചോരാത്ത കൈകളുമായി റഷ്യൻ ഗോളി മാറ്റ്വേ സഫോനോവ് കൂടി നിലയുറപ്പിക്കുമ്പോൾ അയാളെ മറികടന്ന് ഗോൾ വല കുലുക്കുക എന്നത് എതിരാളികളെ സംബന്ധിച്ച് അസാധ്യമാണ്. നേരത്തെ തുടരൻ പരിക്കുകളുടെ പിടിയിലായിരുന്ന ഔസ്മാൻ ഡെംബലെ ലൂച്ചോയുടെ വരുതിയിൽ വന്നതോടെ പുറത്തെടുക്കുന്ന വർക്ക് റേറ്റ് അമ്പരപ്പിക്കുന്നതാണ്. PSG പ്രസിംഗ് മോൺസ്റ്ററാണ് ഡെംബലെ. 2011 ഖത്തർ ഗവൺമെന്റിന്റെ പിന്തുണയുള്ള ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ്സ് PSG 70% ഷെയറും വാങ്ങിയത്. 2012 മാർച്ചോടെ PSG ശേഷിക്കുന്ന ഷെയറുകളും അവർ വാങ്ങിക്കൂട്ടി. PSG ചരിത്രം തിരുത്തിക്കുറിക്കുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചത് ഖത്തർ അമീർ തമീം ബിൻ ഹമദ് അൽ താനി ആയിരുന്നു. അദ്ദേഹമാണ് നാസർ അൽ ഖലൈഫിയെ ക്ലബ്ബ് പ്രസിഡന്റായി നിയമിച്ചത്. PSG വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചവരിൽ ക്ലബ്ബ് പ്രസിഡന്റ് നാസർ അൽ ഖലൈഫിക്ക് പുറമെ സ്പോർട്ടിംഗ് ഡയറക്ടർ ലൂയിസ് കാമ്പസ് കൂടി കയ്യടി അർഹിക്കുന്നുണ്ട്.